സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി നഗരസഭയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള പ്രതീക്ഷയായിരുന്ന കിഫ്ബി അമൃത് കുടിവെള്ള പദ്ധതി വരുന്ന വേനലിലും പൂർത്തീകരിക്കാനുള്ള സാധ്യതയില്ലെന്ന് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടി കിഫ്ബി അമൃത് വാട്ടർ പ്രൊജക്ട് പ്രൊട്ടക്ഷൻ ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. വാട്ടർ അതോറിറ്റിയിൽ ഇതിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. 2019 ജൂണിൽ ഭരണാനുമതി ലഭിച്ച 108.698 കോടി രൂപ അനുവദിക്കപ്പെട്ട ഈ പദ്ധതിക്ക് വേണ്ട റോഡ് കട്ടിംഗ് അടക്കമുള്ള അനുമതികൾ ബന്ധപ്പെട്ട അധികാരികൾ യഥാസമയം വാങ്ങി നൽകാത്തതാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ പ്രധാന കാരണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. 2025 ജനുവരി 21 ലഭിച്ച വിവരാവകാശ മറുപടി പ്രകാരം പദ്ധതിയിലെ വിതരണ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന NH 966 തലേക്കര മുതൽ പോത്തുവെട്ടിപ്പാറ വരെ ഇരുവശങ്ങളിലുമായി 19 കിലോമീറ്റർ കട്ട് ചെയ്യാനുള്ള അനുമതി ദിവസങ്ങൾക്ക് മുൻപാണ് ലഭിച്ചത്. 5 വർഷം വേണ്ടിവന്നത് ദുരൂഹമാണ്. നിലവിൽ പ്രവൃത്തിക്ക് എല്ലാ അനുമതികളും ഉണ്ടായിട്ടും കരാറുകാർ പ്രവൃത്തി പൂർത്തീകരിക്കാത്ത സോണുകളും നിരവധിയാണ്. സോൺ 5A കാളോത്ത്, സോൺ 5B മുസ്ലിയാരങ്ങാടി, സോൺ 6 കുമ്പളപ്പാറ, സോൺ 7 മേലേപ്പറമ്പ്, സോൺ 8 മൂച്ചിക്കുണ്ട്, സോൺ 9 ചെരുപ്പടി തുടങ്ങിയ സോണുകളിൽ പലയിടങ്ങളിലും വിതരണ ലൈനുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. മേലങ്ങാടി ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തിയും നടന്നിട്ടില്ല. നെടിയിരുപ്പ് മൂച്ചിക്കുണ്ടിൽ 300-ലധികം കുടുംബങ്ങളിലേക്ക് ഈ പദ്ധതി എത്തിയിട്ടില്ല. ഒരു തടസ്സങ്ങളുമില്ലാതിരുന്നിട്ടും പൈപ്പ് ലൈൻ പ്രവൃത്തി പോലും തുടങ്ങിയിട്ടില്ല. നിലവിൽ ടാങ്കിന് സ്ഥലമൊരുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നഗരസഭയും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും അവർ പറഞ്ഞു. നമുക്കറിയാം, ഈ പദ്ധതിയുടെ ഒരു വലിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിഫ്ബിയുടെ 108.6 കോടി രൂപയും അതുപോലെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള 16 കോടി രൂപയും കൂടിയിട്ടുള്ള 125 കോടിയോളം രൂപയാണ് ഈ കിഫ്ബി കുടിവെള്ള പദ്ധതിയുടെ ടോട്ടൽ വകയിരുത്തപ്പെട്ട ഇതെന്ന് പറയുന്നത്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലുള്ള അടുത്ത 30 വർഷത്തേക്കുള്ള ജനസംഖ്യ കണക്കാക്കിയിട്ടുള്ള ഒരു വലിയ ഒരു പദ്ധതിയാണ് ഈ കിഫ്ബി കുടിവെള്ള പദ്ധതി എന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള വേണ്ടത്ര മുൻകരുതലുകൾ അധികാരികൾ, ഇതിന് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി, അതുപോലെ ജനപ്രതിനിധികളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അത്തരം ഒരു ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള മുൻകരുതൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ 5 വർഷം കഴിയുമ്പോൾ, 5 വർഷത്തിന് ശേഷം നമ്മൾ ഈ ഒരു പദ്ധതിയെ വിലയിരുത്തുമ്പോൾ, ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പദ്ധതിയുടെ പൂർത്തീകരണ കാലാവധിയായിരുന്ന 2023 മാർച്ചിൽ പദ്ധതി പാതി വഴിയിൽ പോലും എത്താത്ത സാഹചര്യത്തിലാണ് ജനകീയ ഇടപെടലിന്റെ ഭാഗമായി 2023 ഓഗസ്റ്റിൽ പ്രൊട്ടക്ഷൻ ഫോറം രൂപീകരിച്ചതെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ റസാഖ് കൊളങ്ങരത്തൊടി, മെഹർ മൻസൂർ, CP മുനീർ അഹമ്മദ്, അബ്ദുൾ റഷീദ് മുസ്ലിയാരങ്ങാടി, അബ്ദുറഹ്മാൻ ചിറയിൽ എന്നിവർ പങ്കെടുത്തു. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.